ഹലോ ഗൈസ്, വീഡിയോ പൊട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ സ്പീക്കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ എമംഗ് അസ് ഗെയിമില്ലേ അതിൻ്റെ സ്റ്റൈലിലുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട ഒരു സ്പീക്കറാണ്. ഞാൻ ഇവിടെ ഒരു 40 ഓം 3 വാട്ടിൻ്റെ സ്പീക്കറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഓഡിയോ ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് റീചാർജബിൾ ബാറ്ററിയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ഉണ്ട്, വലുതും ചെറുതും ഉണ്ട്. അപ്പോൾ വലുതാകുമ്പോൾ കൂടുതൽ നേരം ചാർജ് വെക്കും. അപ്പോൾ ഞാൻ വലുത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബ്ലൂടൂത്ത് അഡാപ്റ്ററാണ്. ഇതാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ബ്ലൂടൂത്ത് കണക്ഷൻ എനേബിൾ ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അതൊന്ന് വെട്ടിക്കളയാം. പിന്നെ ആ ബോഡി ആവശ്യമില്ല, അപ്പോൾ നമുക്ക് ആ ബാറ്ററി ഒന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇതായിരിക്കും ഇതിൻ്റെ ഒരു അവസ്ഥ. ഇനി നമുക്ക് വേണ്ടത് ഒരു ചാർജിങ് മൊഡ്യൂളാണ്. നമ്മൾ റീചാർജബിൾ ബാറ്ററി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ചാർജിങ് മൊഡ്യൂൾ എടുത്തുക്കണേ. ഇനി നമുക്ക് സോൾഡറിങ് പരിപാടിയൊക്കെ കിടക്കാം. ഇനി സോൾഡറിങ് പരിപാടിയിൽ ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് റീപ്ലൈ ആയിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഓഡിയോ ആംപ്ലിഫയർ എടുത്തിട്ട് അതിൻ്റെ ലെഫ്റ്റ് സ്പീക്കർ എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ പവർ കണക്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തും ബ്ലൂടൂത്ത് അഡാപ്റ്ററിൻ്റെ 2 ലീഡുകളും കൂടി നമ്മൾ ഔട്ടിൽ കൊടുക്കുക, ഏതിൻ്റെ ചാർജിങ് മൊഡ്യൂളിൻ്റെ. ഇനി നമ്മൾ ഓക്സ് എന്ന് പറഞ്ഞു കൊടുത്ത് ഓക്സ് കേബിൾ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ബ്ലൂവും റെഡും ഗ്രീനിലും കൊടുക്കുക. പിന്നെ ബാറ്ററി എടുത്തിട്ട് അതും ഇതിൻ്റെ ഇന്നിൽ കൊടുക്കുക, ബാറ്ററി പോസിറ്റീവും മൈനസും. അതിൻ്റെ ഇടയിൽ നമ്മൾ സ്വിച്ച് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളൊരു പുഷ് ബട്ടൺ എടുത്തിട്ടുണ്ട്, അതായത് ബ്ലൂടൂത്ത് അഡാപ്റ്ററിന് ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും സ്പീക്കറിൻ്റെ സർക്യൂട്ട് വർക്ക്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്വിച്ച് ഇട്ടിട്ട് പുഷ് ബട്ടൺ ഞെക്കുമ്പോൾ ബ്ലൂടൂത്ത് അഡാപ്റ്റർ ഓൺ ആയാൽ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി. ഓണായി. അപ്പോൾ നമ്മളെ സ്പീക്കറിൻ്റെ സർക്യൂട്ട് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിക്കണം. ഇനി നമുക്ക് ബോഡി വർക്കൊക്കെ പോവാം. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കുന്നത് ഈ ക്യാരക്ടർ എമംഗ് അസിൻ്റെ ക്യാരക്ടറിൻ്റെ ബാഗായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള സാധനം നമ്മൾ കാർഡ്ബോർഡായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഈ ബാഗ് പിന്നിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് എമംഗ് അസിൻ്റെ ക്യാരക്ടർ പോലെ ഉണ്ടാവും. അതിന് ഞാൻ ഇവിടെ ഒരു ചെറിയ പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എല്ലാ കോമ്പോണൻസും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക, നമ്മളെ സ്പീക്കറിൻ്റെ സർക്യൂട്ട് മൊത്തം. ആ പുഷ് ബട്ടൺ ഉണ്ടല്ലോ, അത് ഒഴികെ ബാക്കിയൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് പുഷ് ബട്ടൺ ബോഡി ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒരു എക്സ്റ്റൻഷനായിട്ട് പുറത്തേക്ക് എടുക്കണം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അത് നമ്മളൊരു ബോക്സിൻ്റെ, അതായത് ഇതിൻ്റെ ബാഗിൻ്റെ രീതിയിൽ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ പുഷ് ബട്ടൺ എക്സ്റ്റൻഷൻ കൊടുത്തത്. ഇനി നമുക്ക് എമംഗ് അസിൻ്റെ ക്യാരക്ടറിൻ്റെ ബോഡി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു സർക്കിൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സെൻറ്ററിൽ കൂടി വരച്ചിട്ട് 1 സെൻറ്റിമീറ്റർ ഡിഫറൻസിൽ അപ്പുറത്തും ഇപ്പുറത്തും ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ബാക്കി വരുന്ന ഫിഗർ ഉണ്ടല്ലോ, അതിൽ കൂടി നമ്മളൊരു സെമി സർക്കിൾ ഉണ്ടാക്കണം, അതുപോലെ. അപ്പോൾ ഇതാണ് നമ്മൾ കാലായിട്ട് ഇതാക്കാൻ പോണത്. അതിന് നമ്മളൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഒട്ടിച്ചാൽ ഇതിൻ്റെ ഒരു കാലായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അവിടെ 2 കാർഡ്ബോർഡിൻ്റെ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളാണ്ട് ഒട്ടിച്ചു കൊടുത്താൽ ഇതിന് നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ സൂപ്പർ ഗ്ലൂ എന്താണെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് എമംഗ് അസിൻ്റെ കാലിൻ്റെ രൂപത്തിൽ കിട്ടും. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് എമംഗ് അസിൻ്റെ 2 കാലും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വളച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബോർഡ് ഉണ്ടാക്കാൻ എളുപ്പമായി. കാരണം നമ്മൾ പിന്നിൽ കാർഡ്ബോർഡ് വെച്ച് കവർ ചെയ്താൽ കറക്റ്റ് എമംഗ് അസിൻ്റെ ക്യാരക്ടറിൻ്റെ ബാക്ക് കിട്ടും. അപ്പോൾ നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് കൊട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിലൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. എന്തിനാ വെച്ചാൽ നമ്മൾ നേരത്തെ എക്സ്റ്റെൻഡ് ചെയ്ത പുഷ് ബട്ടൺ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് എടുക്കണം. അത് കണ്ടില്ലേ, ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടി നൈസായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സ്പീക്കർ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ പിന്നിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ ബാക്ക് കവർ ചെയ്ത പോലെ ഫ്രണ്ടും കവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ എമംഗ് അസിൻ്റെ ക്യാരക്ടറില്ലേ, അതിൻ്റെ കണ്ണ് വരച്ചു കൊടുക്കണം. ഇതിൽ കറക്റ്റ് ഇതിൽ ചെറുതായിട്ടുണ്ട്. ഇത് ഞാൻ മായ്ച്ചിട്ട് ഒന്നും കൂടി വരച്ച്, അപ്പോൾ കണ്ണ് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വരച്ചു കൊടുത്തു കൂടി നമ്മളൊന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് ആ പീസ് മാറ്റി വെക്കണം കേട്ടോ, ആ പീസ് കളയരുത്. ഇപ്പോൾ നമ്മൾ ആ പീസ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ പീസ് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമുക്ക് അവിടെ നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച പുഷ് ബട്ടൺ കാണാൻ പറ്റും.
ഇനി നമുക്ക് വേണ്ടത് ഒരു പെന്നിൻ്റെ റീഫില്ലാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഒഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, കുറച്ച് മതി നമുക്ക്. അത് നമ്മളൊന്ന് വെട്ടിയെടുക്കുക. ഇനി നമ്മൾ ആ പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് കുറച്ച് ഗ്ലൂ വെച്ചിട്ട് അവിടെ ഒരു ചെറിയ കാർഡ്ബോർഡിൻ്റെ കഷ്ണം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതായത് നമ്മൾ പുഷ് ബട്ടൺ ഒരു ചെറിയ എക്സ്റ്റൻഷൻ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ചെയ്യണേ. ഇനി ആ ഭാഗം നമ്മൾ നേരെ പുഷ് ബട്ടൻ്റെ അവിടെ കൊണ്ടുപോയി ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഔട്ട്ലൈൻ വരച്ചിട്ട് മുറിച്ച ഭാഗം ഉണ്ടല്ലോ, ആ സാധനം ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്താൽ നമ്മളെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിക്കണോ. ഇതാ കണ്ടില്ലേ, നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ ആ ഒരു പീസ് ഞെക്കുമ്പോൾ നമ്മളെ പുഷ് ബട്ടൺ വർക്കായിട്ട് നമ്മളെ പിന്നിലുള്ള സ്പീക്കർ ഓൺ ആവും. അതാണ് ഇപ്പോൾ നമ്മൾ വെച്ച സംഭവത്തിൻ്റെ മെക്കാനിസം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളെ സ്പീക്കറൊക്കെ വർക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പെയിൻ്റ് അടിക്കണം. നമ്മളിപ്പോൾ ബാഗാണ് ഇതുവരെ പെയിൻ്റ് അടിച്ചിരിക്കണേ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെ സാധനം പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ സ്പീക്കർ ഓൺ ആക്കിയപ്പോൾ നല്ല കരകരപ്പുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയിട്ടോ. ഇനി നമുക്ക് പാട്ട് പ്ലേ ചെയ്യുമ്പോൾ നോക്കാം കരകരപ്പ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ. ഓക്കെ. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ സ്പീക്കർ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓൺ ആക്കിയപ്പോൾ ചെറുതായിട്ട് കരകരപ്പുണ്ടായിരുന്നു. അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. പാട്ട് കേൾക്കുമ്പോഴൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല, നല്ല ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു പാട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.